എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണുന്നില്ല. അപ്പം എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീഡിയോയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് പിന്നെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്ലാക്കി കൂടെ എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് കൂട്ടിന് വേണ്ടി. പിന്നെ കാശിക്കുട്ടന് ഭയങ്കര പനിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേ കുറവുള്ളൂ. എന്നാലും ഇന്ന് സ്കൂളിൽ പോകണമുണ്ട്. അപ്പം അവന് രാവിലെ കാപ്പിയൊക്കെ കഴിച്ചിട്ട് പോകണം. ഗുളികയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് രാവിലെ കാപ്പിയൊക്കെ അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ എനിക്കിന്ന് കുറേ ജോലിയുണ്ട്, കുറേ സാധനങ്ങളും കൂടെ പറക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റ് ഇന്ന് കാപ്പിക്ക് അരിപ്പൊട്ടും പഴമാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പഴമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാശി ഈ പഴമൊന്നും പുട്ടിൻ്റെ കൂടെ കഴിക്കത്തില്ല, അവന് പഞ്ചസാരയാണ് ഇഷ്ടം, അല്ലെങ്കിൽ പപ്പടം. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതൊന്ന് നനച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി കുട്ടുവത്തിലാണ് ഞാൻ പുട്ട് ഒഴുകുന്നത്. പുട്ടുവടമൊക്കെ എല്ലാം പറക്കി ഒതുക്കി വെച്ചുകൊണ്ട് പുട്ടുവടമൊന്നും ഇനി എവിടെയാന്ന് പോലും അറിയത്തില്ല. അപ്പം എളുപ്പവും ഇഡ്ഡലി കുട്ടുവത്തിൽ തന്നെ പുട്ട് ഒഴുകുന്നതാണ്. അതാകുമ്പം ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കാമല്ലോ. മറ്റേത് പുട്ടുകുറ്റിയിലാകുമ്പോൾ ഓരോ കുറ്റിയിൽ കുറേ ഇട്ട് പുഴുങ്ങിയെടുക്കാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഒന്നിച്ചങ്ങ് പുഴുങ്ങിയെടുക്കാം. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി കുട്ടുവത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഞാൻ നനച്ച് വെച്ചിരുന്ന പുട്ടുപൊടിയും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കും നല്ല തൊണ്ടവേദന ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ പോണത് കേട്ടോ. ഇനി അടുത്ത എനിക്കും കൂടെ പനിയാവാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്ക് കറിക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വാളയും പിന്നെ പിള്ളേർക്കായിട്ട് ചാളയുമാണ് കേട്ടോ മേടിച്ചത്. പിന്നെ കുറച്ച് കായുണ്ട്. ഇവിടുത്തെ ഓണറുടെ അയ്യത്ത് ഒടിഞ്ഞു വീണതാണ്. അതിൽ നിന്ന് കുറച്ച് കണ്ടിച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ പുട്ടൊക്കെ ഒരുവിധം ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയിടുവാണേ. അപ്പോൾ പുട്ടൊക്കെ റെഡിയായപ്പോഴത്തേക്കും ഞാനത് വേറൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി നേരത്തെ അങ്ങ് ഒതുക്കാമെന്ന് കരുതി. ചില ദിവസങ്ങളിൽ രാവിലെ വേവിക്കുന്ന പാത്രങ്ങൾ അവിടെ തന്നെ ഇട്ടേക്കും, എന്നിട്ട് വൈകിട്ടാണ് കഴുകുന്നത്. ചിലപ്പോൾ നല്ല മനസ്സാണെങ്കിൽ രാവിലെ അങ്ങ് കഴുകി ഒതുക്കുന്നു. ഇപ്പോൾ രാവിലെ എല്ലാം കഴുകി ഒതുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പടല കായാണ് പിച്ചിക്കൊണ്ട് വന്നത്. അപ്പോൾ അത് കുറേ ദിവസം കൊണ്ട് അവിടെ ഒടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവർ വെട്ടിക്കൊണ്ട് പോകാൻ വന്നതുമില്ല. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് തോരൻ വെക്കാൻ എടുത്തേട്ടാ. എന്നിട്ട് ഞാൻ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇടുകയാണേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അത് കഴുകി വാരി തോരൻ വെക്കാമെന്ന് കരുതി. പിന്നെ അതിന് വേണ്ട തേങ്ങയൊക്കെ ഞാൻ രാവിലെ നമ്മുടെ പുട്ടിന് തിരുവിയ തേങ്ങയുടെ കൂടെ ഇത് തോരനും കൂടെ ഉള്ളത് തിരുവിയിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ കാണാതെ പഠിച്ച് പറയുന്നതല്ല, അതുകൊണ്ട് എന്തൊക്കെ പറയണം ഒരു വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ തേങ്ങയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ വേണ്ടി. രാവിലെ പുട്ട് ഒഴുങ്ങാനുള്ള തേങ്ങയുടെ കൂടെ അതും കൂടെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കായൊക്കെ അരിഞ്ഞ് വെള്ളത്തിയിട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ നല്ല എരിവുള്ള കാന്താരി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ചതച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇന്നിപ്പോൾ അരകല്ലിൽ അരയ്ക്കുന്നില്ല, മിക്സിയിലാണ് ചതയ്ക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് നേരത്തെ ജോലികൾ ഒതുക്കിയിട്ട് വേറെ കുറേ ജോലികളുണ്ട്. അപ്പം ഇന്ന് ഒരു 5 മണിക്ക് മുമ്പ് എല്ലാ ജോലിയും ഒതുക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് രാവിലെ ഓടി നടന്നങ്ങ് ജോലി ചെയ്യുകയാണേ. അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന നല്ലപോലെ കഴുകിയെടുത്തിട്ട് അന്ന് ചട്ടിയിലോട്ട് ആക്കുകയാണേ. പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പുമൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതെല്ലാം കഴുകിയതെല്ലാം ചട്ടിയിലോട്ടിട്ട് വെക്കുകയാണേ. പിന്നെ നമുക്ക് രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വാളയും കുറച്ച് ചാളയാണ് മേടിച്ചത്. ചാള പിള്ളേർക്കും പിന്നെ വാള ഇന്ന് വറുക്കാമെന്ന് കരുതി. പിന്നെ ഇന്ന് കുറച്ച് രസം വെക്കുന്നുണ്ട്, കാന്താരി രസമാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പുളിയൊക്കെ ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല എരിവുള്ള കുറേ കാന്താരി, പിന്നെ കുരുമുളകും, നല്ല എരിവുള്ള കുരുമുളകും എടുക്കുന്നുണ്ട് കേട്ടോ രസം വെക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം കാന്താരി രസം വെക്കാൻ വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ അങ്ങനെ അധികം കാന്താരി കിട്ടുന്ന ഒരു ഇതല്ലായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ എവിടെയെങ്കിലുമൊക്കെ കാന്താരി നിന്നാലും ഞാൻ ചിലപ്പം പോയി പിച്ചിക്കൊണ്ടുവരും, 1-2 ആരെങ്കിലുമൊക്കെ പിച്ചിക്കൊണ്ടുവരും. നമുക്കങ്ങനെ കിട്ടാറില്ലായിരുന്നു. അപ്പം ഈ കുറച്ച് നാളുകൊണ്ട് എനിക്കൊരു അയ്യത്തുനിന്നൊരു കാന്താരിയുടെ തൈ കിട്ടി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നല്ലപോലെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അത് വളർന്ന് കുറേ കാന്താരി ഉണ്ട് കേട്ടോ. എപ്പോഴും കുറേ കാന്താരി നിൽപ്പുണ്ട്. ഞാൻ നല്ലപോലെ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും ഞാൻ അതിനെ മൂടോടെ പിടിതുകൊണ്ടുപോയി അവിടെ നട്ട് നല്ലപോലെ വളർത്തണമെന്നാണ് ആഗ്രഹം. ഞാൻ അതിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ല, കാരണം കുറേ കാന്താരി എനിക്ക് തന്നു. ഞാൻ അതിൽ നിന്ന് കുറേ കാന്താരി എടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ തീരുമ്പം ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം കാന്താരി രസം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാശിക്കുട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തോരൻ വെച്ച ചട്ടിയിൽ തന്നെയാണ് കേട്ടോ രസവും വെക്കുന്നത്. ആ ചട്ടിയിലുള്ള തോരനെടുത്ത് വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് കഴുകി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുവും പൊട്ടിച്ച് ചതച്ച് വെച്ചേക്കുന്ന എല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവായും കായപ്പൊടിയും മാത്രമാണ് കേട്ടോ ഇതിനകത്തോട്ട് ഇടുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ രസം വയ്ക്കുമ്പം കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടും. ജീരകമൊന്നും ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നില്ല. എരിക്ക് വേണ്ടുന്ന നല്ല എരിയുള്ള കാന്താരിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേറെ മുളകൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് 2-3 ചുമന്നുള്ളിയും അതിനും 2 കാന്താരിയും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ രസം വെക്കാൻ വേണ്ടി ചതച്ച കല്ലിൽ തന്നെ അത് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു. അതിൽ തന്നെ ഒന്ന് അതും കൂടെ ചതച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ചതച്ച് വെച്ചേക്കുന്ന അരപ്പും പിന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിരുമ്മി വെക്കുകയാണ് കേട്ടോ. ഞാൻ തോനെ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, കാരണം കുരുമുളകിനും കാന്താരിക്കുമൊക്കെ നല്ല എരിവുണ്ട്. അപ്പോൾ ആ ഒരു എരിവ് മതിയെന്ന് കരുതി. അതുകൊണ്ട് നല്ല കളറൊന്നും കാണത്തില്ല. പിന്നെ നല്ലപോലെ മുരിച്ചിങ്ങി വറുത്തെടുത്താൽ മതി, അപ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിലും വാള വറുക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊന്ന് അരപ്പൊക്കെ നല്ലോണം ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം പിള്ളേർക്കുള്ള മീൻ ചാളയൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴുകി വൃത്തിയാക്കി അതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാശിക്കുട്ടൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങി. തോരനായി, രസമായി, പിന്നെ പിള്ളേരുടെ ഇതും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉച്ചക്കലത്തേക്കുള്ള കറിയും എല്ലാം ആയതിന് ശേഷം അവന്മാരെ ഒന്ന് ഇച്ചിരി നേരം അഴിച്ചു വിട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഞാൻ കാപ്പി കുടിക്കായിരുന്നത് കേട്ടോ. കുറച്ച് പുട്ടും 2-3 പഴമൊക്കെ എടുത്ത് കഴിച്ചെന്ന്. ഇച്ചിരി നല്ല വിയർക്കുന്ന കട്ടി ജോലികളുണ്ട്. അതുകൊണ്ട് രാവിലെ നല്ലപോലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്.
മോളെ എവിടെയാടി കറമ്പി? അപ്പോൾ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഷെഡിൽ ഇരിക്കുന്ന വിറവെല്ലാം പറക്കി പുറത്തിടുന്ന ജോലിയായിരുന്നു. എന്നിട്ട് ഇതിനെ വാരി ഫ്രണ്ടിൽ കൊണ്ട് അത് ടാർപ്പ് ഇട്ട് വെക്കണം. കാരണം പോകുന്നതിന് മുമ്പ് എല്ലാം ഒതുക്കി അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെപ്രാളപ്പെടണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ പുറത്ത് പറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വിറക് നമുക്ക് പോകുന്നത് വരെ തീയരിക്കാനുള്ളത് കൂട്ടിലോട്ടിട്ടുണ്ട്. ചിക്കു ആണെങ്കിൽ ഓടി അതിൻ്റെ മണ്ടയിൽ ചെന്ന് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.